പാർട്ടിയുടെ ഭാഗമാകണമെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന അഖിൽ മാരാറിന്റെ ഓഡിയോ പുറത്തുവിട്ട് 2020. 360 ഡിഗ്രിയിൽ വട്ടത്തിലും കുഴപ്പമായോ? കോൺഗ്രസും ബിജെപിയും ദേശീയ പാർട്ടിയാണെന്നും 2020 നിൽക്കുമ്പോൾ ആ വാല്യൂ ഇല്ല എന്നും അഖിൽ ഓഡിയോയിൽ പറയുന്നു. സമൂഹത്തിൽ നിനക്ക് എന്നാ വിലയാടാ? എന്റെ പൊന്നു ദൈവമേ, അഖിലിന്റെ തനി കോണം ഓന്താണെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളിക്ക് ആകെ ഉണ്ടായിരുന്ന വിലയെന്ന് പറയുന്നത് ബിഗ് ബോസ് വിന്നറാണ്. അതെങ്ങനെയാ കിട്ടിയെന്ന് ഏകദേശം നമുക്കൊക്കെ മനസ്സിലായിട്ടാണ്. പിന്നെ പുള്ളി ഈ കളികളൊക്കെ എന്തിനു വേണ്ടിയാ കളിച്ചതെന്ന് ഒരു വോയിസ് ലീക്ക് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. അതെ, പുള്ളിക്ക് ജീവിക്കണ്ടേ? ക്യാഷിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്തത്. പുള്ളിക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടോയെന്ന് പുള്ളിക്ക് അറിയുള്ളൂ, കൊടുത്തോന്ന് 2020 മാത്രമേ അറിയുള്ളൂ. എന്താണെങ്കിലും ക്യാഷ് വാങ്ങിയെന്ന് അഖിലിനും പറയാൻ പറ്റില്ല, കൊടുത്തെന്ന് 2020 പറയാൻ പറ്റില്ല. ബാക്കി കേൾക്കട്ടെ. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിൻ്റെ റെസ്പെക്റ്റും അതിൻ്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. പിന്നെ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിൻ്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. പുള്ളിയുടെ ആകെയുള്ള വരുമാനം ഇപ്പം നഷ്ടങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഖിലിന്റെ ഈ സംസാരമൊക്കെ കേട്ടപ്പം അഖിലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. എന്താണെങ്കിലും പുള്ളിയുടെ ഈ അവസ്ഥയും സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ സീന. അവരുടെ കൈത്തരിപ്പ് ദീർഘം മൊത്തം നിന്റെ ഏറ്റെടുത്തിരിക്കുന്ന പോലീസല്ല, പാർട്ടിക്കാരാ. ഞാൻ പെട്ടു അല്ലേ?